അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എന്താണ് അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നല്ലദീന യുഹിബ്ബൂന, നിശ്ചയമായും ഇഷ്ടപ്പെടുന്നവർ. നമുക്കറിയാം അഹബ്ബ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മുളാരിഅാണ് യുഹിബ്ബു, യുഹിബ്ബൂന. ഇന്നല്ലദീന യുഹിബ്ബൂന, തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും ഒരു കൂട്ടർ. ഇന്നല്ലദീന, നിശ്ചയമായും ഒരു കൂട്ടർ. അവരാരാണ്? യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു. എന്ത്? അൻ തശീഅൽ ഫാഹിഷതു, നീചവൃത്തിയും അതുപോലെ തന്നെ ദുർവൃത്തിയുമൊക്കെ പ്രചരിച്ച് കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അൻ തശീഅ എന്ന് പറഞ്ഞാൽ പ്രചരിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. അപ്പം ഇന്നല്ലദീന യുഹിബ്ബൂന, ഇഷ്ടപ്പെടുന്നവർ, അൻ തശീഅ പ്രചരിക്കുവാൻ, പരക്കുവാൻ എന്നൊക്കെ അർത്ഥം. ശാഅ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം പ്രചരിച്ചു എന്നാണ്. യശീഉ, അതിൽ നിന്നുള്ളതാണ് തശീഅ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, ഫാഹിഷത്ത് പ്രചരിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിച്ച് കാണുന്നത് ഇഷ്ടപ്പെടുന്നവർ. ഫാഹിഷത്ത്, നീചവൃത്തി, ദുർവൃത്തി എന്നൊക്കെ നമുക്ക് ധാരാളമായി നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പദമാണ്. ആരിൽ? ഫില്ലദീന ആമനു, ഫില്ലദീന ആമനു, വിശ്വസിച്ചവരിൽ. അപ്പം സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ ദുർവൃത്തിയും നീചമായ കാര്യങ്ങളുമൊക്കെ പ്രചരിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന, അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, ലഹും, ലഹും അവർക്കുണ്ട്, അവർക്കുണ്ട് അദാബുൻ അലീമുൻ, നോവേറിയ ശിക്ഷയുണ്ട്, വേദനയേറിയ ശിക്ഷയുണ്ട്. അലീം, വേദന ഏറിയ. അദാബുൻ അലീം ഫിദ്ദുനിയാ, ഇഹത്തിലും, വൽ ആഖിറ, പരത്തിലും. അപ്പം ഇഹത്തിലും പരത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, അല്ലാഹു എല്ലാം അറിയുന്നു. അലിമ യഅലമു. വഅൻതും, നിങ്ങളാവട്ടെ, ലാ തഅലമൂൻ, നിങ്ങൾ അറിയുകയില്ല. അപ്പം നിങ്ങൾക്ക് അറിയുകയില്ല. അല്ലാഹു ആകട്ടെ എല്ലാം വ്യക്തമായി അറിയുന്നവനാണ്. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള ഒരു പരിഭാഷ. എന്താണ് ഇവിടെ സഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യം എന്താണ്? വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് റബ്ബ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വിശ്വാസികളായ ആളുകൾക്കിടയിൽ എപ്പോഴും നല്ല രൂപത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിക്കേണ്ടത്. ലോകത്ത് ജനങ്ങൾക്കിടയിൽ നന്മ പ്രചരിപ്പിക്കുവാനും നന്മയുടെ പ്രചാരകരും അതിൻ്റെ പ്രചോദനം നൽകുന്ന ആളുകളും പ്രബോധകരുമൊക്കെയാകുവാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ കടമ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പ്രചരിക്കുവാൻ വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. നന്മ പ്രചരിച്ച് കാണുക, അതിൻ്റെ ഭാഗമാണല്ലോ അംറുൻ ബിൽ മഅറൂഫ് വ നഹിയുൻ അനിൽ മുൻകർ. സദാചാരങ്ങൾ കൊണ്ട്, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമൊക്കെ നമ്മുടെ ബാധ്യതയാണല്ലോ. നേരെ മറിച്ച് ഇവിടുത്തെ വിഷയം എന്താണ്? സമൂഹത്തിൽ ആളുകളൊക്കെ ദുഷിച്ചു കാണുവാൻ, സജ്ജനങ്ങളായ ആളുകളെ കുറിച്ച് ദുർവൃത്തികൾ പ്രചരിപ്പിക്കുക, അത് സമൂഹത്തിൽ പ്രചരിച്ച് കാണാൻ വേണ്ടി ആഗ്രഹിക്കുക, മാന്യന്മാരായ ആളുകളെക്കുറിച്ച് അപകീർത്തികൾ പറഞ്ഞുണ്ടാക്കുക, ശുദ്ധന്മാരായ ആളുകളുടെ സ്വകാര്യ ജീവിതം കളങ്കമാക്കി തീർക്കുക തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങളിൽ ഇന്ന് പലർക്കും വലിയ കൗതുകമാണ്, വലിയ താല്പര്യമാണ്. ആളുകളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ദുരാരോപണങ്ങളും അശ്ലീല കഥകളും അതുരൂപത്തിലുള്ള
ഒരാളെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്ത ഒരുപാട് ദുഷ്ടമനസ്സുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് അവരുടെ കാര്യം നോക്കുവാൻ നേരമുണ്ടാവുകയില്ല. അവർക്ക് മറ്റുള്ളവരായ ആളുകളെക്കുറിച്ച് എന്താണ് അവരെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുവാനും അപകീർത്തിപ്പെടുത്തുവാനും എന്തൊക്കെയാണ് തന്നെ കൊണ്ടാവുക എന്നതായിരിക്കും അവരുടെ ചിന്തയിൽ എപ്പോഴും കൃത്യമായി തന്നെ നിലനിൽക്കുന്നത്. അതിനു വേണ്ട രൂപത്തിലുള്ള കരുക്കൾ, ഗൂഢമായ നീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്യും. അതാണല്ലോ ഇവിടെ നമ്മുടെ ഉമ്മയുടെ വിഷയത്തിൽ സംഭവിച്ചത്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുമൊക്കെ വ്യഭിചാരാരോപണം വരെ പറഞ്ഞു വരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യയെയും കുടുംബത്തെയും സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാലാണല്ലോ ദുരാരോപണങ്ങളുമായി ജൂതന്മാരും മുനാഫിക്കുകളും ഒക്കെ ഇറങ്ങിത്തിരിച്ചത്. അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് വളരെ വ്യക്തമാണ്. നല്ലവരായ ആളുകളെക്കുറിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുക, അവരുടെ കുടുംബത്തിന് ദുഷിച്ച ചില പേരുകൾ ഉണ്ടാക്കി തീർക്കുക, ചീത്തപ്പേര് വരുത്തി തീർക്കുക. അങ്ങനെ അതിലൊക്കെ ഒരു സുഖം കണ്ടെത്തി അവരെയൊക്കെ അതിലൂടെ അവമതിക്കുവാനും സമൂഹത്തിൽ അവർക്കുള്ള ഇമേജ് തകർക്കുവാനും അങ്ങനെ സമൂഹത്തിൽ തിന്മകളും ദുഷിച്ച വാർത്തകളുമൊക്കെ പ്രചരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് രണ്ട് ലോകത്തും കഠോരമായ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ വചനം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുമൊക്കെയുള്ള ആ വിശ്വാസികളായ ആളുകൾക്കിടയിൽ ദുഷിച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രചരിച്ചു കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളെക്കുറിച്ചാണ് ഈ വചനം അവതരിച്ചതെങ്കിലും മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ആ കാലഘട്ടത്തിലെ ആ ഒരു തിന്മ ചെയ്ത ആളുകളെക്കുറിച്ച് മാത്രമല്ല. വിശുദ്ധ ഖുർആൻ കാലാതിവർത്തിയായി നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ സാർവകാലികമാണ്, സാർവജനീനമാണ്. എല്ലാ കാലഘട്ടത്തിലും ഏതൊരു കാലത്ത് ഈ ദുഷിച്ച മനസ്സ് ആർക്കുണ്ടോ അവർക്കൊക്കെയും ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കഠോരമായ ശിക്ഷ ഐഹിക ലോകത്തും അവർ ഏറ്റുവാങ്ങേണ്ടി വരും, പരലോകത്തും അവർക്ക് ഉണ്ടായിത്തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് ഖിയാമത്ത് നാൾ വരെ ഏതെല്ലാം ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുവോ ആരുടെ കാലഘട്ടത്തിൽ വിശ്വാസികളെക്കുറിച്ച് വിശ്വാസികൾക്കിടയിൽ ചീത്തയായ കാര്യങ്ങൾ പ്രചരിച്ച് കാണണമെന്ന് ആര് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ സൂക്തം താക്കീതാണ്, മുന്നറിയിപ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം വളരെ ഗൗരവത്തോടുകൂടെ ഈ ആയത്തിനെ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുന്യാവിൽ തന്നെ ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ വചനങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അടിശിക്ഷയാവാം. 80 അടി അടിക്കുക എന്നുള്ളത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് ദുരാരോപണം, വ്യഭിചാരാരോപണം പറയുകയും അത് തെളിയിക്കാൻ അവർക്ക് സാധ്യമാകാതെ 4 സാക്ഷികളെ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നാൽ ഫജിലിദൂഹും സമാനീന ജൽദ, അവരെ 80 അടി അടിക്കണം എന്നുള്ളത് ഈ സൂക്തത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സൂക്തങ്ങളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ ദുന്യാവിൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്നത് ഈ ലോകത്ത് അവർക്ക് നൽകപ്പെടുന്ന അടിശിക്ഷ അതിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇനി ആ രൂപത്തിലുള്ള ശിക്ഷയല്ലാത്ത നിലക്കും ഈ ലോകത്തവർക്ക് മറ്റു ശിക്ഷകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ ഹദ് അല്ലാത്ത നിലക്ക് തന്നെ വേറെയും ചിലപ്പോൾ ശിക്ഷകൾ അവർക്ക് ഉണ്ടാകാം. അവർ വഷളാക്കപ്പെടുന്ന ഒരവസ്ഥ, സമൂഹത്തിൽ അവർ അപമാനിതരാകപ്പെടുന്ന ഒരവസ്ഥ, 5 കാശിന് കൊള്ളാവുന്ന നിലക്ക് ഇല്ലാത്ത നിലക്ക് സമൂഹത്തിൽ അവരുടെ സ്ഥാനം വളരെ 0 ആയി മാറുന്ന, ഒന്നിനും കൊള്ളാത്ത ആളുകളായി അവർ അധപ്പതിക്കുമെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഒരു വിഷയത്തിൽ സാക്ഷിത്വത്തിന് വരെ പറ്റാത്ത തെമ്മാടികളാണ് അവരെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെയും ഈ ലോകത്ത് വെച്ചും കിട്ടുന്ന ശിക്ഷ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം പുറമെ അവരുടേതായ പശ്ചാത്താപം സ്വീകരിക്കപ്പെടാതെ പോവുകയോ ഇനി അതല്ലെങ്കിൽ ഈ ലോകത്ത് ലഭിക്കേണ്ടുന്ന ശിക്ഷകളിൽ നിന്ന്
ഏതെങ്കിലും നിലക്കുള്ള ചില പ്രത്യേകമായ റെക്കമെൻഡുകളുടെയോ സ്വാധീനത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒക്കെ കാരണത്താൽ ദുന്യാവിൽ ലഭിക്കേണ്ടുന്ന ശിക്ഷ അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഇത്തരത്തിലുള്ള ആളുകൾ പരലോകത്തെന്തായാലും രക്ഷപ്പെടുകയില്ല. അപ്പോൾ വല്ലാഹിറ, പരലോകത്തും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ പറഞ്ഞതെന്താ? വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു എല്ലാം അറിയുന്നു. വ അൻതും ലാ തഅലമൂൻ, നിങ്ങളോ നിങ്ങൾക്ക് അറിവില്ലാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് അറിവുള്ളതേ പറയാൻ പാടുള്ളൂ. ഒരാളെ സംബന്ധിച്ച് സമൂഹത്തിൽ ഇല്ലാത്തത് പറയരുത്. സമൂഹത്തിൽ എപ്പോഴും നന്മകളുടെ പ്രചാരകരാകുവാനാണ് ശ്രമിക്കേണ്ടത്. ഈച്ചയെപ്പോലെ ആകരുത്. നല്ല സുഗന്ധമുള്ള പ്രദേശങ്ങളിൽ സ്ഥലത്തിരിക്കാൻ മനസ്സില്ലാത്ത, അതിന് തയ്യാറാവാത്ത ജീവിയാണ് ഈച്ച. അതെപ്പോഴും വ്രണമുള്ളയിടത്ത്, പഴുത്തൊലിച്ച് ചലം ഒഴുകുന്നിടത്ത്, അത്തരത്തിലുള്ള വൃത്തികെട്ട ഇടങ്ങളിൽ മാത്രം തെരഞ്ഞ് അവിടെ മാത്രമേ ഈച്ച പോയിരിക്കുകയുള്ളൂ. മനുഷ്യന് ഈ സ്വഭാവമുണ്ടാകുവാൻ പാടില്ല. അവനവൻ്റെ നാവ് അടക്കി വെക്കണം. അള്ളാഹു തന്ന നിഅമത്താകുന്ന ഈ അനുഗ്രഹത്തെ വിനിയോഗിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടെ 100 വട്ടം ആലോചിച്ചായിരിക്കണം. കാരണം വാവിട്ട വാക്കുകൾ എന്ന് പറയുന്നത് കൈവിട്ട ആയുധം പോലെയാണ്. എവിടെയാണ് പോയി വീഴുക എന്ന് ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ആയുധങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ ഒരുപക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ആ വ്രണങ്ങൾ കൂടി അതൊക്കെ സുഖമായി ഉണങ്ങി ശിഫയായി എന്ന് വരാം, ആവുകയും ചെയ്യും. അതേ അവസരത്തിൽ നാവ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മുറിവുകൾ, അപരൻ്റെ മനസ്സിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മുറിവുകൾ, അത് ഉണങ്ങാത്ത വ്രണമായി ആ ഹൃദയത്തിൽ അവശേഷിക്കും എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ നല്ലതേ പ്രചരിപ്പിക്കാവൂ, പറയാവൂ.